ഹലോ വെൽക്കം ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് അൽറിഹാബ് ക്ലവർ എന്ന പെർഫ്യൂം ഓയിലാണ്. അൽറിഹാബിന്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഓഫീസ് ഫ്രണ്ട്ലി പെർഫ്യൂം ഓയിൽസിൽ ഒരെണ്ണമാണ് ക്ലവർ എന്നുള്ളത്. സോ മിക്ക ഷോപ്പുകളിലും കാണുന്ന ഒരു ഐറ്റം കൂടിയാണ് ഈ ഒരു ഗ്രീൻ കളറിലുള്ളത്. സോ ഇത് എങ്ങനെയുണ്ട് നോക്കാം. നമ്മുടെ പ്രൊഡക്റ്റുകളിൽ ഇത് കുറേ നാളായിട്ട് നമ്മുടെ കയ്യിലുള്ള ഐറ്റംസിൽ ഒരെണ്ണമാണ്. എപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് ആളുകൾ എപ്പോഴും വാങ്ങിക്കുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. ഓക്കെ, ഇതിന്റെ ജ്യൂസ് വരുന്നത് ഒരു ക്ലിയർ ലൈറ്റ് യെല്ലോ, ഒരു ക്ലിയർ ഇങ്ങനെ നോക്കിയാൽ ക്ലിയർ ആണ്, ഇങ്ങനെ നോക്കിയാൽ ലൈറ്റ് യെല്ലോ ആണ്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയുണ്ട് നോക്കാം. ഇതിങ്ങനെ സ്നിഫ് ചെയ്താൽ തന്നെ സാധനം എന്താന്നുള്ളത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഡ്രസ്സിൽ, ഇത് കയ്യിലോ ഡ്രസ്സിലോ എങ്ങനെ അപ്ലൈ ചെയ്ത്, ഇത് ഡയറക്റ്റ് ഡ്രസ്സിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഞാൻ യൂട്യൂബ് വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞു അത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യരുത്, ബിക്കോസ് അതിന്റെ ജ്യൂസ് ഗ്രീൻ കളറാണ്. ഇത് എങ്ങനെ ഇതിന് പ്രത്യേകിച്ച് കളറൊന്നുമില്ല. ഓക്കെ, സോ ഇത് അൽറിഹാബ് ക്ലവർ എന്നുള്ളത് ഇതിങ്ങനെ സ്നിഫ് ചെയ്താൽ ഫസ്റ്റ് നമ്മുടെ മൈൻഡിൽ വരിക എന്താണ്, ലക്കോസ്റ്റ് വൈറ്റ് പെർഫ്യൂം ആണ്. അഥവാ അൽറിഹാബ് ബ്ലാങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പെർഫ്യൂം ഓയിൽ ഉണ്ട്, ഒരു വൈറ്റ് കളർ ലക്കോസ്റ്റ് വൈറ്റ് പെർഫ്യൂമിന്റെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ആ ഒരു വൈബ് തന്നെയാണ് ആക്ച്വലി ഇവിടെയും വരുന്നത്. ഇതിന്റെ ഓപ്പണിങ്ങിൽ മാത്രം കേട്ടോ ആ ഇനീഷ്യൽ ഫസ്റ്റ് വൈബ് അതാണ് വരുന്നത്. ഇത് ആക്ച്വലി ഒരു കോമ്പിനേഷൻ ഓഫ് 2 or 3 പെർഫ്യൂംസ് നമുക്ക് പറയാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ലക്കോസ്റ്റ് വൈറ്റ് കിട്ടുന്ന ഫ്രഷ്നെസ് ഉണ്ട്, അതിന്റെ കൂടെ ആ വൈറ്റ് ഫ്ലോറൽ നോട്ട്സും ഇതിലുണ്ട് കേട്ടോ. അതാണ് ഇതിന്റെ എന്താ പറയുക, ഇത് ലക്കോസ്റ്റ് വൈറ്റ് ആയിട്ട് സിമിലർ ആണ് എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ. പിന്നെ രണ്ടാമത്തത്, ഇത് ഇത്തിരി ഡ്രൈ ഡൗൺ ആയാല് നമുക്ക് മോൺബ്ലോങ് ലെജൻഡ്, അതേപോലെ നമ്മുടെ ജിമ്മി ചൂ മാൻ, ഇങ്ങനത്തെ ഒക്കെ പെർഫ്യൂംസ് ആയിട്ട് ഇതിന് നല്ല സിമിലാരിറ്റി തോന്നും. അതായത് ആ ഒരു അരോമാറ്റിക് ടച്ചിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഒരു ഈ വൈറ്റ് ഫ്ലോറൽ നോട്ട്സും പിന്നെ ബാക്കിയുള്ള അരോമാറ്റിക് നോട്ട്സും കൂടി ചേരുമ്പോൾ ഒരു മസ്കുലിൻ ആയിട്ടുള്ള ഒരു അരോമാറ്റിക് ഫ്രാഗ്രൻസുകൾ അതിലേക്ക് വരുമ്പോൾ, പിന്നെ കുറച്ചൊരു സ്പൈസി ഹിന്റും അങ്ങനെ എല്ലാം കൂടി വരുമ്പോൾ നമുക്ക് ആ ഒരു മോൺബ്ലോങ് ലെജൻഡ് ആണോ അപ്ലൈ ചെയ്തത്, അതല്ലെങ്കിൽ ജിമ്മി ചൂ മാൻ ആണോ, ഇങ്ങനെയൊക്കെയുള്ള ഒരു തോന്നൽ വരും. അങ്ങനെയുള്ള ഒരു വൈബാണ് ഈ പെർഫ്യൂമുകൾ. പിന്നീട് ഡ്രൈ ഡൗൺ വരുമ്പോൾ ആ ഒരു വുഡി പച്ചോളി, പിന്നെ ഒരു ചെറിയൊരു ഗ്രീൻ ടച്ച് എല്ലാം കൂടി ചേർന്നിട്ട് അങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് ഉള്ളത്. ഇത് ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ഓഫീസ് ഫ്രണ്ട്ലി പെർഫ്യൂം ഓയിൽ. അൽറിഹാബ് U2 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ U2 എന്ന് പറഞ്ഞാൽ ബീസ്റ്റ് മോഡാണ്. ഞാൻ പറഞ്ഞു ഭയങ്കരമായിട്ട് നിൽക്കുന്ന ഒരു ഓയിലാണ്. പക്ഷെ ഇത് അത്രയും എക്സ്ട്രീംലി സ്ട്രെങ്ത് ഉള്ളതല്ല. ഇത് നമുക്കൊരു 8+ hours ഒക്കെയാണ് ഇതിന്റെ ഒരു ലോഞ്ചിവിറ്റി കിട്ടുക. മറ്റത് U2 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇന്ന് അപ്ലൈ ചെയ്താലും നാളെയും നമ്മുടെ ഡ്രസ്സിൽ അതിന്റെ ഫ്രാഗ്രൻസ് ഉണ്ടാവും. അത്രയും സ്ട്രെങ്ത് ഉണ്ട് അതിന്. അത്രയും സ്ട്രെങ്ത് പക്ഷെ ഇവിടെ അല്ല. ഇതൊരു 8+ hours. ബിക്കോസ് അത് പ്രൊഡക്റ്റ് മോശമായതുകൊണ്ടല്ല, ചില പ്രൊഡക്റ്റുകളുടെ നാച്ചുർ അങ്ങനെയാണ്. അതായത് ചില ഫ്രാഗ്രൻസുകൾ അതിനൊരു നാച്ചുർ ഉണ്ട്. ഇപ്പൊ ബ്ലൂഡി ഷനൈല് ഒരു ദിവസം ലാസ്റ്റ് ചെയ്യുന്ന ബ്ലൂഡി ഷനൈല് കിട്ടുമെന്ന് വെച്ചാൽ കിട്ടൂല. കാരണം ബ്ലൂഡി ഷനൈലിന്റെ ഒരു വൈബ് വെച്ചിട്ട് അതിന് കൊടുക്കാവുന്ന മാക്സിമം അത് അത്രയാണ്. കാരണം അതിന്റെ ഒരു നാച്ചുർ അങ്ങനെയാണ്. എന്ന പോലെ ഇതൊരു ഇത്തിരിയും കൂടി ഒരു ലൈറ്റർ സൈഡിൽ നിൽക്കുന്ന ഒരു പെർഫ്യൂം ആണ്. അപ്പൊ ഇത് ചെറിയ പ്രൈസിന് നമുക്കൊരു 8+ hours ലോഞ്ചിവിറ്റി കിട്ടുന്ന, ഒരു അറൌണ്ട് 2+ hours പ്രൊജക്ഷനും കിട്ടുന്ന ഒരു ഓഫീസ് ഫ്രണ്ട്ലി പെർഫ്യൂം ഓയിൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയതാണ് അൽറിഹാബ് ക്ലവർ. ഇത് ഡെഫിനറ്റ്ലി വർത്ത് ആണ്. ചെറിയ പ്രൈസിന് ഇത്രയും എന്താ പറയാ പെർഫോം ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ നമുക്ക് അധികം കാണാൻ കിട്ടൂല. സോ അങ്ങനെ കൺസിഡർ ചെയ്ത് വാങ്ങിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ് ക്ലവർ. സോ എനിവേസ് ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.